കടലാസിനേക്കാൾ വളരെ കൂടുതൽ വില കടലാസിൽ അടിച്ച പണത്തിനുള്ളത് എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ അതിനുള്ള ഉത്തരം ഇതാ. സാധനങ്ങളും മറ്റും കൈമാറുന്നതിനുള്ള ഒരു വിനിമയം മാത്രമാണല്ലോ പണം. ഇതിനായി പല കാലഘട്ടങ്ങളിലായി പലതും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്. ഇവയിൽ ഏറ്റവും വിലമതിക്കപ്പെട്ടത് സ്വർണ്ണ നാണയങ്ങളായിരുന്നു. മുതലാളിത്ത വളർച്ചയുടെ ആദ്യ ദശയിൽ യൂറോപ്യൻ കച്ചവട രംഗത്ത് അത്ഭുതപൂർവമായ വളർച്ചയുണ്ടായി. അതിനായി കൂടുതൽ സ്വർണം ഉപയോഗിക്കേണ്ടതായി വന്നു. മാത്രമല്ല, ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സ്വർണം കൊണ്ടുപോകുക എന്നുള്ളത് ശ്രമകരവും അപകടകരവുമായി. കൂടാതെ കച്ചവടക്കാർക്ക് സ്വർണം വീട്ടിൽ സൂക്ഷിക്കാനും ബുദ്ധിമുട്ടായി. ഇതിനൊരു പോംവഴി എന്ന നിലയിൽ പണമിടപാടുകാർ സ്വർണം സൂക്ഷിച്ചു വയ്ക്കുകയും പകരം വാഗ്ദാന നോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഏർപ്പാട് നിലവിൽ വന്നു. പൂർണ്ണമായും സ്വർണത്തിന്റെ പിൻബലമുള്ള ഈ നോട്ടുകൾ പിൽക്കാലത്ത് പണമായി തന്നെ ഉപയോഗിക്കാൻ തുടങ്ങി. ഇതാണ് ചരിത്രം. ഇപ്പോഴത്തെ സ്ഥിതി അല്പം വിഭിന്നമാണ്, പക്ഷേ തത്വം പണ്ടത്തേതു തന്നെ. പണം അച്ചടിച്ചിറക്കാനുള്ള അധികാരം ഗവൺമെന്റുകൾ ഏറ്റെടുത്തോടെയാണ് ഇന്നത്തെ രീതിയിലുള്ള നോട്ടുകൾ പ്രചാരത്തിലായത്. ഈ നോട്ടുകളുടെ കടലാസിനല്ല വില, അതിൽ എഴുതിയിരിക്കുന്ന വാഗ്ദാനത്തിനാണ്. നമ്മുടെ നോട്ടുകളിൽ ഞാൻ ഇതിന്റെ കൈവശക്കാരന് ഇത്ര രൂപയുടെ തുക നൽകുന്നതിന് ഇതിനാൽ വാഗ്ദാനം ചെയ്യുന്നു എന്ന് എഴുതി ഇന്ത്യൻ റിസർവ് ബാങ്ക് ഗവർണർ ഒപ്പുവച്ചിരിക്കുന്നത് കാണാം. ഇതിന്റെ അർത്ഥം ആ നോട്ടിൽ കാണിച്ചിരിക്കുന്ന സംഖ്യയുടെ മൂല്യം കൈവശക്കാരന് ഉറപ്പുവരുത്തിയിരിക്കുന്നു എന്നതാണ്. പക്ഷേ അത് മുഴുവൻ സ്വർണമായി തിരിച്ചു കിട്ടുകയോ പിൻബലപ്പെടുത്തിയിരിക്കുകയോ ഇല്ല. കാരണം സ്വർണത്തിനുള്ള ക്ഷാമം തന്നെ. പക്ഷേ ആ സംഖ്യയുടെ ഒരു നിശ്ചിത ശതമാനം സ്വർണമായും ബാക്കിയുള്ളത് ഗവൺമെന്റ് സെക്യൂരിറ്റികളായും, അതായത് ബോണ്ട് മുതലായവ റിസർവ് ബാങ്കിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഈ പ്രക്രിയയിലൂടെ രാജ്യത്തെ മൊത്തം പണത്തിന്റെ അളവ് ഗവൺമെന്റിന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പക്ഷേ ₹1 നോട്ടും നാണയവും മറ്റു ചെറിയ നാണയങ്ങളും ഗവൺമെന്റ് നേരിട്ട് അടിച്ചിറക്കുന്നു.